പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നവരെ ശക്തമായി നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരപ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കില്ല. കേരള ഭരണം ബിജെപിക്ക് ഒരുപടി മാത്രം അകലെയാണെന്നും അമിത്ഷാ പറഞ്ഞു. ജന്മഭൂമി പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. എസ് ശാലിനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഇപ്പോൾ അമിത്ഷായുടെ വാക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ സഹായിക്കുന്നവരെ ശക്തമായി നേരിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള ഭരണം ബിജെപിക്ക് ഒരു പടി മാത്രം അകലെയെന്നും അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. ദേവിക, തീർച്ചയായും അങ്ങനെയാണ്. കേരള സന്ദർശനം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂർത്തീകരിച്ചത്. ബിജെപിയുടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ജന്മഭൂമി പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ചില അതിരൂക്ഷമായ വിമർശനം, ഒപ്പം തന്നെ ചില നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യമാണ്. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സൈലന്റായി ആ പോപ്പുലർ ഫ്രണ്ടിനെ വളർത്താൻ പല ഘട്ടങ്ങളിലും ശ്രമം നടത്തുന്ന പലരും കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ അവരോട് അനുകമ്പ കാണിക്കുന്ന അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഒത്താശ ചെയ്യുന്നവരെ ഒരു രീതിയിലും രാജ്യത്ത് വെച്ചു പൊറിപ്പിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഉരുക്കുമുഷ്ടി കൊണ്ട് മറുപടി നൽകുമെന്നുള്ളതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കൃത്യമായ നിയമ നടപടികളിലൂടെയും ഒപ്പം തന്നെ നിയമവഴികളിലൂടെയും അവരെ നേരിടുമെന്നുള്ളതാണ് അമിത്ഷാ പറയുന്നത്. ഭീകരവാദം ഒരിക്കലും രാജ്യത്ത് അനുവദിക്കില്ല എന്നുള്ള സൂചനകൾ കൂടിയും ഒപ്പം തന്നെ നിലപാട് കൂടി അമിത്ഷാ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്ത് സമാധാനപരമായ അന്തരീക്ഷം, ഒപ്പം തന്നെ പുരോഗതി, രാജ്യപുരോഗതിക്കൊപ്പം തന്നെ ജനക്ഷേമം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ കാലങ്ങളിൽ കണ്ടതെന്നുള്ളതാണ് അമിത്ഷാ പറയുന്ന മറ്റൊരു കാര്യം. കൂടാതെ തന്നെ രാജ്യത്ത് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അക്രമങ്ങൾ, ഒപ്പം തന്നെ ലഹരി മാഫിയ അടക്കം പിടിച്ചുകെട്ടാനായി കൃത്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണ് എന്ന് അമിത്ഷാ പറയുകയുണ്ടായി. കൂടാതെ തന്നെയാണ് സംസ്ഥാനത്ത് കേരളത്തിൽ 2026 ബിജെപി വലിയ ഒറ്റക്കക്ഷി ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ തന്നെ കേരളത്തിൽ ബിജെപി ഭരണം അല്ലെങ്കിൽ ബിജെപി അധികാരത്തിലെത്തുന്നത് അത്ര വിദൂരമല്ല, ഒരു പടി അകലം മാത്രമാണ് ഉള്ളത് ബിജെപി കേരളത്തിൽ ഭരണപക്ഷത്തെ എത്താൻ എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനം അടക്കം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. വോട്ട് ശതമാനം വർദ്ധിച്ചതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റേത് കേരളത്തിൽ എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിവെക്കുന്നത്. കൂടാതെ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരെ അടക്കമുള്ളവർ ഇത് മുഖവിലേക്ക് എടുക്കാതെ പെരുമാറുകയും പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് അനുവദിക്കില്ല, അവർ കാര്യങ്ങൾ പഠിച്ചു വേണം പെരുമാറാൻ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ സന്ദർശനം നടത്തിയ ശേഷം പൊതുപരിപാടിയിൽ അടക്കം സംസാരിച്ചപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയപരമായി കേരളത്തിലെ ചില കാര്യങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് സംസാരിച്ചത്, സമാനമായി തന്നെയാണ് ആ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം കടന്നുപോയിട്ടുള്ളത്. എന്തായാലും ജന്മഭൂമി പത്രത്തിന്റെ പ്രധാന പേജിൽ അല്ലെങ്കിൽ ആദ്യ പേജിൽ തന്നെ ആ ഒരു വാർത്ത കാര്യമായി തന്നെ അവർ നൽകിയിട്ടുമുണ്ട്. എന്തായാലും അതിരൂക്ഷമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുകയും സംസ്ഥാനത്ത് ബിജെപി താമസിയാതെ അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസവും അദ്ദേഹം ആ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു രീതിയിലും ഭീകരവാദത്തോടും ഒപ്പം തന്നെ ലഹരിയോടും സന്ധി ചേരില്ല, അതിനെ ഏത് തരത്തിലും രാജ്യത്തിൽ നിന്ന് അകറ്റാനും ഒപ്പം തന്നെ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്താനും തങ്ങൾ തയ്യാറാണ് എന്നുള്ള ആപ്തവാക്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ആ അഭിമുഖത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദേവിക. ശരി ശാലിനി.